വാർത്തകൾ തുടരുന്നു. IT ജീവനക്കാരനെ മർദ്ദിച്ചെന്ന പരാതിയിൽ ഹൈക്കോടതിയിൽ മുൻകൂർ ജാമ്യാപേക്ഷ നൽകി നടി ലക്ഷ്മി മേനോൻ. പരാതിക്കാരൻ തന്നെ ലൈംഗികമായി അധിക്ഷേപിച്ചെന്നും നടി. വാർത്തയുടെ വിശദാംശങ്ങളുമായി പ്രസാദ് കാളിദാസൻ ചേരുന്നു. കാളിദാസൻ, വിവരങ്ങൾ. വൃന്ദ, ഇപ്പോൾ ജീവനക്കാരൻ കൊച്ചിയിലെ ജീവനക്കാരനെ മർദ്ദിച്ചു എന്ന പരാതിയിലാണ് ഇപ്പോൾ നടി ലക്ഷ്മി മേനോൻ ഹൈക്കോടതിയെ സമീപിച്ചിരിക്കുന്നത് മുൻകൂർ ജാമ്യാപേക്ഷയുമായി. നേരത്തെ തന്നെ കഴിഞ്ഞ ദിവസം 25-നാണ് കഴിഞ്ഞ ദിവസമാണ് ഇതിനെ സംബന്ധിച്ച് ഈ ഒരു സംഭവം ഉണ്ടാകുന്നത്. ബാറിൽ വെച്ചുണ്ടായ തർക്കത്തെ തുടർന്ന് പിന്നീട് അതൊരു സംഘർഷത്തിലേക്ക് കലാശിക്കുകയും അതിനുശേഷം അപ്പുറത്തുണ്ടായിരുന്ന ഈ ഒരു ജീവനക്കാരന്റെ സംഘം സഞ്ചരിച്ചിരുന്ന വാഹനത്തെ പിന്തുടർന്ന് ഈ ലക്ഷ്മി മേനോനും സംഘവും ആ കാറിനെ വളഞ്ഞ് ഈ ജീവനക്കാരനെ കാറിലേക്ക് വലിച്ചഴിച്ച് കൊണ്ടുപോയി പിന്നീട് മർദ്ദിക്കുകയായിരുന്നു. അതിനുശേഷം റോഡിൽ ഉപേക്ഷിക്കുകയായിരുന്നു എന്നുള്ളതാണ് പ്രധാനമായും ഒരു കേസുള്ളത്. ഇതിനെ തുടർന്ന് നടിയുടെ മറ്റ് സുഹൃത്തുക്കളെല്ലാം അറസ്റ്റിലായിരുന്നു. അവരുടെ ചോദ്യം ചെയ്യലൊക്കെ തന്നെ നടന്നുകൊണ്ടിരിക്കുകയാണ്. അതോടൊപ്പം തന്നെ നടി ലക്ഷ്മി മേനോൻ ഒളിവിലാണ് എന്നുള്ളതും കൂടിയാണ് പോലീസ് വൃത്തങ്ങൾ നൽകിയ സൂചന എന്ന് പറഞ്ഞത്. ഇതിനെ സംബന്ധിച്ചാണ് ഇപ്പോൾ നടി ലക്ഷ്മി മേനോൻ മുൻകൂർ ജാമ്യാപേക്ഷയുമായി ഹൈക്കോടതിയെ സമീപിച്ചിരിക്കുന്നത്. ലക്ഷ്മി മേനോന്റെ അഭിഭാഷകൻ മുഖാന്തരമാണ് ഇപ്പോൾ ഹൈക്കോടതിയെ സമീപിച്ചത്. ലക്ഷ്മി മേനോൻ ഉയർത്തുന്ന പ്രധാനപ്പെട്ട വാദം എന്ന് പറയുന്നത് തന്നെ പരാതിക്കാരൻ ലൈംഗികമായി അധിക്ഷേപിച്ചു എന്നുള്ളതാണ്. അതോടൊപ്പം തന്നെ കുറ്റകൃത്യവുമായി യാതൊരു ബന്ധവുമില്ല തനിക്ക് എന്നുള്ളതും കൂടി ലക്ഷ്മി മേനോൻ ഈ ഒരു മുൻകൂർ ജാമ്യാപേക്ഷയിൽ പറയുന്നുണ്ട്. അപ്പോൾ ഇത്തരത്തിലുള്ള വാദങ്ങളെല്ലാം പരിഗണിച്ച് എപ്പോഴായിരിക്കും ഈ ഒരു മുൻകൂർ ജാമ്യാപേക്ഷയെ സംബന്ധിച്ചുള്ള ഒരു കേസ് പരിഗണിക്കുക എന്നുള്ളതാണ് നമുക്കറിയേണ്ടത്. എന്തായാലും നിലവിൽ ഇതിനെ സംബന്ധിച്ച് വലിയൊരു വിവാദം തന്നെ നിൽക്കുന്നുണ്ട്. നടിയും സംഘവും ഈ ഒരു ജീവനക്കാരനെ ക്രൂരമായി മർദ്ദിച്ചു എന്നുള്ളതാണ് ആ ഒരു പരാതി ഇപ്പോൾ നിലവിലുള്ളത്. അതിനെ സംബന്ധിച്ച് ഈ ഒരു നടിയുടെ സുഹൃത്തുക്കളെ ഇപ്പോൾ അറസ്റ്റ് ചെയ്തിട്ടുണ്ട്. നേരത്തെ തന്നെ രാവിലെയോടുകൂടി തന്നെ ഇവർ അറസ്റ്റിലായിട്ടുണ്ട്. അതിനെ സംബന്ധിച്ചുള്ള ചോദ്യം ചെയ്യലൊക്കെ ഈ ഒരു സുഹൃത്തുക്കളുടെ ചോദ്യം ചെയ്യലൊക്കെ നടന്നുകൊണ്ടിരിക്കുകയാണ്. നടി ഇപ്പോൾ ഇപ്പോഴും ഒളിവിൽ തുടരുകയാണ്. അഭിഭാഷകൻ മുഖാന്തരമാണ് ഹൈക്കോടതിയെ സമീപിച്ചത്. നടിയെ കണ്ടുപിടിച്ച ശേഷം അല്ലെങ്കിൽ കണ്ടെത്തിയ ശേഷം നടിയെ ചോദ്യം ചെയ്ത് പ്രതി ചേർക്കുന്ന അല്ലെങ്കിൽ കൂടുതൽ നടപടികളിലേക്കൊക്കെ കടക്കും എന്നുള്ളതും കൂടിയാണ്. അതിനെ സംബന്ധിച്ച് കേസൊക്കെ രജിസ്റ്റർ ചെയ്തിട്ടുണ്ട്. അതിൽ ആ ഒരു കേസിൽ അല്ലെങ്കിൽ കൊച്ചിയിലെ ജീവനക്കാരനെ മർദ്ദിച്ച ആ കേസിൽ 3-ാം പ്രതിയാണ് ലക്ഷ്മി മേനോൻ. ഒപ്പം തന്നെ മറ്റൊരു കേസും കൂടിയുണ്ട്. അതായത് നടിയുടെ സുഹൃത്തായിട്ടുള്ള ഈ അറസ്റ്റിലാക്കപ്പെട്ട ഈ സുഹൃത്തുക്കളിൽ ഒരാളായ സോനമോൾ നൽകിയ മറ്റൊരു കേസും കൂടിയുണ്ട് ഈ ഒരു സംഘത്തിനെതിരെ. അതായത് ജീവനക്കാരന്റെ സംഘത്തിലെ ഒരാൾക്കെതിരെ ഒരു കേസും കൂടി ഉണ്ട്. ആ കേസും കൂടി എടുത്തിട്ടുണ്ട്. അപ്പോൾ അതിന്റെ നടപടികളും ഒക്കെ തന്നെ പുരോഗമിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇതിനിടയിലാണ് ഇപ്പോൾ മുൻകൂർ ജാമ്യാപേക്ഷയുമായി നടി ലക്ഷ്മി മേനോൻ ഹൈക്കോടതിയെ സമീപിച്ചിരിക്കുന്നത്. ശരി, പ്രസാദ് കാളിദാസനാണ് വിവരങ്ങൾ പങ്കുവച്ചത്.